ഇവിടെ നമ്മൾ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ മുൻപ്. അപ്പോൾ വെബ് പേജുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് പേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മിക്കതും പല ക്രിയേറ്റീവ് കണ്ടൻറ്റുകളും അല്ലെങ്കിൽ പല ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള വലിയ വലിയ വെബ് പേജസുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യും. അതിന് അതിൻ്റേതായിട്ടുള്ള സ്പീഡ്, അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടാനായിട്ട് കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസൊക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ വരുന്നതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ക്ലയൻറ്റ് സൈഡും ഉണ്ട്, സെർവർ സൈഡും ഉണ്ട്. രണ്ട് സൈഡിലും, ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ക്ലയൻറ്റിൻ്റെ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ഇതിൽ ജാവ സ്ക്രിപ്റ്റാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ജാവ സ്ക്രിപ്റ്റാണ്. കാരണം നമ്മളുടെ എല്ലാ ടൈപ്പ് ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നത് ജാവ സ്ക്രിപ്റ്റിനെയാണ്. VB സ്ക്രിപ്റ്റിനെ എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ജാവ സ്ക്രിപ്റ്റാണ് കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇൻ്റർനെറ്റ് വഴി ഒരുപാട് പേര്, കുറേ പേര് വെബ് പേജസും വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വെബ് പേജുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഇത്രയും ആൾക്കാർ വ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ബ്രൗസേഴ്സായിരിക്കും പലരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വെബ് പേജ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ ജാവ സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൂടുതൽ വെബ് പേജുകൾ ജാവ സ്ക്രിപ്റ്റിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജാവ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജാവ സ്ക്രിപ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ്, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മളുടെ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ സൈഡിലുള്ള വാലിഡേഷൻസ്